സേവാഭാരതിയുടെ ആശയം ഉൾക്കൊണ്ട് പൊതുജനങ്ങൾക്ക് സൗജന്യ ആതുര സേവനം ലഭ്യമാക്കാൻ ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നടപടി. ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്നും ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും 5 മാസത്തിനകം ഡിജിറ്റൽ പണമിടപാടുകൾക്ക് സൗകര്യം ഒരുക്കുമെന്നും ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജുകുമാർ വ്യക്തമാക്കി. സമഗ്രമായ മാറ്റങ്ങൾക്കും ഭക്തരുടെ താൽപര്യങ്ങളും സൗകര്യങ്ങളും ഉൾക്കൊണ്ടുള്ള പരിഷ്കാരങ്ങൾക്കും ഒരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബോർഡ് രൂപീകൃതമായി 75-ാം വർഷം പൂർത്തിയാക്കാൻ പോകുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. സേവാഭാരതിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഡയാലിസിസ് സെന്ററും ബോർഡിലെ ജീവനക്കാർക്കും മുൻ ജീവനക്കാർക്കും ഇൻഷുറൻസ് ഒരുക്കുന്നതടക്കമുള്ള ചികിത്സാ സഹായ പദ്ധതികളും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. മാനവ സേവ എന്ന് പറഞ്ഞാൽ മാധവ സേവ എന്നാണ് പറയുക. ആ രൂപത്തിൽ ആരോഗ്യ മേഖലയിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ധാർമ്മികമായ ചുമതല ദേവസ്വം ബോർഡിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ട് ഇപ്പോൾ 3 ഡയാലിസിസ് കേന്ദ്രങ്ങൾ സായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഗൂഗിൾ പേ പോലെയുള്ള ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾക്ക് 5 മാസത്തിനകം സൗകര്യം ഒരുക്കാനും സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കാനും ബോർഡ് തീരുമാനിച്ചു. ലോക പ്രശസ്തനായിട്ടുള്ള IT വിദഗ്ധനാണ് ഡോക്ടർ വിനോദ് പട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷൻ ദേവസ്വം ബോർഡിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈസ് സോഫ്റ്റ്വെയർ നമ്മുടെ മരാമത്തുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിലും പരാതികൾ ഉയർന്നു വരാറുണ്ട്. അത് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ എല്ലാ വർക്കുകളും പ്രൈസ് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുക. ആ രൂപത്തിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണ് ആ മേഖല നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ബോർഡിന്റെ ഭാവി പദ്ധതികളിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലും അയ്യനെ കാണാൻ വരുന്നവർക്ക് ഒരു പരാതി ഉണ്ടാകാത്ത രീതിയിൽ മണ്ഡല മരവിളക്കാതെ ഞങ്ങൾ സംഘടിപ്പിക്കും. എല്ലാം ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരുപാട് വസ്തുക്കൾ വെറുതെ പാഴ്നിലങ്ങളെ കിടക്കാൻ പാഴ്ഭൂമിയെ കിടക്കുകയാണ്. അവിടെ എല്ലാം സമ്പൂർണ്ണമായി ഒരു വൃക്ഷത്തൈകൾ ചെടികൾ എല്ലാം വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജയുമായി ബന്ധപ്പെട്ട എല്ലാ ചെടികളടക്കം പുഷ്പങ്ങളടക്കം എല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.